നമസ്കാരം മക്കളെ, ഇത് തേങ്ങാ ചമ്മന്തി. ഹെൽത്തിയും ടേസ്റ്റിയും ക്രീമിയുമായിട്ടുള്ള ഒരു ടേസ്റ്റി ചമ്മന്തിയാണ്. ഇഡലി, ദോശ, ചപ്പാത്തി എന്നിവ കഴിക്കാൻ പറ്റുന്ന നല്ല വ്യത്യസ്ത രുചിക്കൂട്ടുകളാൽ തയ്യാറാക്കിയിരിക്കുന്ന നല്ലൊരു ചമ്മന്തി. ഈ ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും കുട്ടികളും മുതിർന്നവരും ഒക്കെ ആവശ്യപ്പെടും ഇതേ രീതിയിലുള്ള ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാനും വീണ്ടും വീണ്ടും ഇത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റിയും ഈസിയുമാണ്. അപ്പോൾ ഈ രുചികരമായിട്ടുള്ള ചമ്മന്തി എങ്ങനെ ഉണ്ട്? നമ്മളൊരു 5 പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു വലിയ മീഡിയം സൈസുള്ള സവാള, 3-4 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, എരിവിനാവശ്യമുള്ള പച്ചമുളക്, 2-3 തണ്ട് മല്ലി, ആവശ്യത്തിന് തേങ്ങയും എടുത്തിട്ടുണ്ട്. ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കുമ്പോൾ കാണാം. പിന്നെ സവാളയുടെ ഞെടുപ്പ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ സ്ലൈസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് നമുക്ക് വഴന്ന് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിന് പകരം നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, ഇതേ അളവിൽ തന്നെ. പിന്നെ ഇഞ്ചിയും നമ്മൾ ഇതേ രീതിയിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം, കാരണം എങ്കിലേ നമ്മുടെ എണ്ണയ്ക്കകത്തിരുന്നു വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയായിട്ട് തന്നെ കിടക്കും, അരയ്ക്കാനും പാടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആദ്യം ഇതിൻ്റെ മോടോ എല്ലാം കട്ട് ചെയ്ത് സ്ലൈസാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഇട്ട് കൊടുത്ത് നമ്മൾ മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. വഴന്നതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയാൽ മതി. അതിനായിട്ട് നമ്മളൊന്ന് വരട്ടാനായിട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും ചേർത്ത് ഇതിനകത്ത് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറാൻ വേണ്ടിയാണ് കേട്ടോ. അത് വഴന്ന് വെന്താൽ മതി. ഇത് ക്രിസ്പിയായി മൂക്കണ്ട കേട്ടോ. ക്രിസ്പിയായി മൂക്കുമ്പം ഈ ചമ്മന്തിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇതാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറണം. മല്ലിയില നല്ല ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ്, പക്ഷെങ്കിൽ ഇതിൻ്റെ റോ ചുവ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ മല്ലിയില ഇട്ട് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം, നമ്മുടെ പൊട്ടുകടലയ്ക്കൊക്കെ മൂപ്പ് കുറവാണല്ലോ, അപ്പോൾ പൊട്ടുകടല ഇട്ട് ജസ്റ്റ് ഇതിനകത്തിട്ട് ഇളക്കി പച്ചമുളകും എല്ലാം ഒന്ന് ജസ്റ്റ് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ്, ഇതാണ് ഞാൻ പറഞ്ഞ 2 പ്രത്യേക ചേരുവകൾ ചേർക്കുന്നുണ്ട്. ടേസ്റ്റും ഹെൽത്തിയുമാണല്ലോ, ടേസ്റ്റ് കൂട്ടാനും. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പിൻ്റെയും പച്ച ചുവ മാറി ഇതൊന്ന് മൂത്ത് കിട്ടുമ്പം ഭയങ്കര ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തിട്ട് ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെല്ലാം ഒന്ന് വഴുത്. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടങ്ങ് വഴട്ടി മൂപ്പിക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറാൻ വേണ്ടി മാത്രം നമ്മളതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ആ തേങ്ങ നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചാൽ നമ്മൾ വേറെ കറിയുടെ ഈ തീയലിൻ്റെയൊക്കെ ഒരു രീതി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ പച്ചച്ചുവയ്ക്ക് വേണ്ടി കൂട്ടി ഒന്ന് യോജിപ്പിക്കാത്തേ ഉള്ളപ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളകും നമ്മുടെ മല്ലിയിലയും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മളുടെ നട്ട്സും, കാഷ്യൂ നട്ടും കടലപ്പരിപ്പും എല്ലാം ഒന്ന് മൂത്ത് ഇട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റിൻ്റെ പ്രത്യേകതയാണത് കേട്ടോ. അപ്പോൾ കണ്ടോ, കരിഞ്ഞിട്ട് ഒന്നുമില്ല. ഇനി നമുക്കിത് ഇറക്കി വെച്ച് കൈവിടാതെ ഒന്നും കൂടെ ഒന്ന് ചിക്കി കൊടുക്കണം, കാരണം അല്ലെങ്കിൽ ഒരു സൈഡിലിരുന്ന് അത് മൂപ്പ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്നുകൂടെ ആ തണുപ്പ് വാർന്നം വരെ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരയ്ക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ ആ പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കിടന്ന് ഓടും. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് പൾസിലിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ കടലപ്പരിപ്പും അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ്. ആദ്യം ഉപ്പൊന്ന് നമ്മൾ ചമ്മന്തിക്കൊന്നും ചേർക്കരുത് കേട്ടോ. നമ്മൾ പലഹാരത്തിനൊക്കെ ഉപ്പ് ചേർക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മളിതിൻ്റെ കറികൾക്കൊക്കെ ഉപ്പ് വളരെ കുറച്ച് വേണം. അപ്പോൾ ഇത് പൾസ് മോഡിലിട്ട് നമ്മളിത് ക്രഷ് ചെയ്താണ്ട് എല്ലാം ഒന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ അണ്ടിപ്പരിപ്പും കടലപ്പരിപ്പും. ഇതിന് ശേഷമാണ് നമ്മൾ തിളപ്പിച്ചരച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിത് അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിലാണല്ലോ ഇതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബൗളിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ.
നമുക്കിപ്പം ഞാൻ പറഞ്ഞത് 5 പേർക്കുള്ള നമ്മളിവിടെ ആൾക്കാർ കുറച്ചാണ്. അപ്പം നമുക്ക് വെള്ളം വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇതേ രീതിയിലാണ് ഞാനിവിടെ ലൂസാക്കി എടുത്തിരിക്കുന്നത്. മിക്സി കഴിയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്, ചൂടുവെള്ളമാണ്, തിളപ്പിച്ചാറിച്ച വെള്ളം, ചൂടുവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ചാൽ ഞാൻ പറഞ്ഞ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും. പിന്നെ നമുക്കിതിന് താളിപ്പിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് വീണ്ടും 1.5 ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കടു 1/4 ടീസ്പൂൺ, ഒത്തിരി കടുവായതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കാൻ തന്നെ ഒരു സുഖമില്ല. അങ്ങനെ 1/4 ടീസ്പൂൺ ഇട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3-4 ചെറിയ ഉള്ളി വട്ട വരിഞ്ഞ് കറിയുടെ ടേസ്റ്റിൻ്റെ പ്രത്യേകതയാണ് ഈ ഉള്ളി ചേർത്ത് കടു താളിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂത്തതിന് ശേഷം വേണം നമ്മളിതിനകത്ത് വറ്റൽമുളകും ഇട്ട് കൊടുക്കാൻ. വറ്റൽമുളകും ഇട്ട് ഈ ഉള്ളി മൂത്തതിന് ശേഷം ഇടാവുള്ള വറ്റൽമുളക് കഴിഞ്ഞ് പോകും. പിന്നെ 2-3 തണ്ട് കറിവേപ്പിലയും ഇതിനകത്ത് ചേർത്ത് നല്ലതുപോലെ കൈവിടാതെ ഇളക്കി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചമ്മന്തി കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നല്ല മണം ഇപ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്ത് നമുക്ക് അപ്പം തന്നെ കൂട്ടി ഇളങ്ങണം. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇതിൻ്റെ ഫ്ലേവർ കിട്ടണം. അപ്പം തന്നെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പം തന്നെ നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റി ക്രീമി ചമ്മന്തി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിത് കടു താളിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ച് കഴിയുമ്പം നമ്മളിതെല്ലാം മൂപ്പിച്ചതാണല്ലോ, നമ്മുടെ ഇതിൻ്റെ ചേരുവകളെല്ലാം നമ്മൾ ഫ്ലെയിമിൽ വെച്ച് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിടുന്നത്. അതുകൊണ്ട് ഇതിനെയും നമ്മൾ താളിപ്പിനകത്ത് ഒഴിച്ചു കൊടുത്ത് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഉപ്പുമൊക്കെ നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കണ്ടില്ലേ, നല്ല ടേസ്റ്റി ക്രീമി നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുന്ന മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് അമ്മയെ സഹായിക്കണം. അപ്പം മറ്റുള്ളവർക്ക് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ മക്കളെ എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക.